അഭിമുഖത്തിലും ക്രമക്കേട് സംശയിച്ച് ഉദ്യോഗാർത്ഥികൾ. PSC റാങ്ക് തട്ടിപ്പിൽ ഒത്തുകളിയെന്ന ആക്ഷേപം. കഴിഞ്ഞ ദിവസം PSC റദ്ദാക്കിയ ആസൂത്രണ ബോർഡിലെ റാങ്ക് പട്ടികയിൽ ഒത്തുകളി സംശയിച്ച് ഉദ്യോഗാർത്ഥികൾ. നിയമന തട്ടിപ്പാണ് നടന്നതെന്ന ആക്ഷേപവും അവർ ഉയർത്തുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ 5 റാങ്കുകാരൻ ഉത്തര സൂചികയ്ക്കായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഒരു വർഷം പിന്നിട്ട് 2026 ജൂൺ 18-നാണ് ഉത്തര സൂചിക PSC ലഭ്യമാക്കിയത്. ഇതേ റാങ്ക് പട്ടികയിലെ 3-ാം റാങ്കുകാരൻ തിരുവനന്തപുരം സ്വദേശി വിവരാവകാശ നിയമപ്രകാരം ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി PSCയെ സമീപിച്ചെങ്കിലും സമയപരിധി അവസാനിച്ചിട്ട് മറുപടി നൽകിയില്ല. ഇതോടെയാണ് സംശയം ബലപ്പെട്ടത്. 40 മാർക്കിന്റെ അഭിമുഖത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത പലരും സംശയിക്കുന്നു. 200 മാർക്കിലായിരുന്നു എഴുത്തു പരീക്ഷ. അതിൽ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങളാണ് മൂല്യനിർണ്ണയം നടത്തിയില്ലെന്ന് കണ്ടെത്തിയത്. 27.88 ആയിരുന്നു കട്ട് ഓഫ് മാർക്കായി നിശ്ചയിച്ചിരുന്നത്. എഴുത്തു പരീക്ഷയിൽ പിന്നിലായാൽ പോലും അഭിമുഖത്തിൽ സ്വാധീനം ചെലുത്തി റാങ്ക് പട്ടികയിൽ മുന്നിലെത്താനുള്ള സാധ്യതയും പല ഉദ്യോഗാർത്ഥികളും സംശയിക്കുന്നുണ്ട്. ഒരു വനിതയും 9 പുരുഷന്മാരും ഉൾപ്പെടെ 10 പേരുടെ റാങ്ക് പട്ടികയാണ് PSC പ്രസിദ്ധീകരിച്ചിരുന്നത്. തിരുവനന്തപുരം സ്വദേശിക്കായിരുന്നു 1-ാം റാങ്ക്. ഇദ്ദേഹത്തിന് 2025 തന്നെ നിയമനവും നൽകി. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് അടക്കം 30 വർഷമായി സ്ഥിരം PSC പരീക്ഷകൾ എഴുതുന്ന 5-ാം റാങ്കുകാരൻ ആലപ്പുഴ സ്വദേശി ഉത്തര സൂചിക പരിശോധിച്ച് 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ ഒഴിവാക്കിയതായി കണ്ടെത്തുകയായിരുന്നു. ഇറിഗേഷൻ വകുപ്പ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ഇദ്ദേഹം കൊല്ലം മൈനർ ഇറിഗേഷൻ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. 8-ാമത്തെ ചോദ്യത്തിനു ശേഷം 19-ാം ചോദ്യത്തിലാണ് മാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബോധ്യമായതോടെ പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, PSC പരീക്ഷ കൺട്രോളർ പട്ടികയിൽ 1-ാം റാങ്കുകാരനായതോടെ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചീഫായി നിയമിതനായ വ്യക്തി എന്നിവരെ എതിർകക്ഷികളാക്കി ജൂൺ 23-ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 1-ാം റാങ്കുകാരന്റെ നിയമനം ഹർജിയിലെ തീർപ്പിന് വിധേയമായിരിക്കുമെന്ന് 24-ന് ഹൈക്കോടതി വ്യക്തമാക്കി. PSC പരീക്ഷ കൺട്രോളർക്കടക്കം നോട്ടീസ് ഉത്തരവായി.